എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു നോയമ്പ് കാലത്ത് നല്ലൊരു ആവിയിൽ വേവിച്ച പലഹാരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മുടെ വീടുകളിൽ നമ്മൾ നിത്യവും തയ്യാറാക്കുന്ന ഒന്നാണ് ഇഡ്ഡലി, ദോശ, പുട്ട്, അപ്പം, ഇനിയിപ്പോ ചപ്പാത്തിയും പൂരിയും. ഇതെല്ലാം കഴിച്ച് മടുത്തവർക്കായിട്ട് ഇതാ ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ആവിയിൽ വേവിച്ചെടുത്ത ബണ്ണാണ്. ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കാനാണെങ്കിലോ നമുക്ക് ഒരുപാട് സമയമൊന്നും ആവശ്യവുമില്ല. അതും ആവി പാത്രത്തിൽ വെച്ചാണ് നമ്മൾ ഈ ബണ്ണ് തയ്യാറാക്കിയെടുക്കുന്നതും. ഞാൻ ഈ പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് മൈദയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇതുപോലെ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുവരെയും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ബൺ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് വെള്ളമയം ഒട്ടുമില്ലാത്ത ഒരു ബൗൾ എടുത്ത് വെക്കണം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കാം. 1/4 ടീസ്പൂൺ അളവില് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർക്കാം. ഈ 125 മില്ലി അളവില് ചെറിയ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചുകൂടെ കൊടുക്കാം. അങ്ങനെ പഞ്ചസാരയും ഈസ്റ്റും കൂടെ ചേർത്ത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാ ഇപ്പോൾ നല്ലപോലെ ഒന്ന് ഫെർമെന്റ് ആയിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം. ഞാനിതിലേക്ക് 250 ഗ്രാം അളവിലുള്ള കപ്പിൽ 1 കപ്പ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കൈവശം സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം എൻ്റെ കയ്യിൽ സൺഫ്ലവർ ഓയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നെയ്യ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ബട്ടറും എടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ല മയത്തിലൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. നല്ലപോലെ കൂട്ടി കുഴച്ചെടുത്തതിന് ശേഷം ബോള് പോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. നിങ്ങൾക്ക് പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് ഇപ്പൊ വെള്ളത്തിന്റെ പോരായ്മ ഉണ്ടെങ്കിൽ കൈ ഒന്ന് നനച്ചതിന് ശേഷം വീണ്ടും കുഴച്ചെടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് ഉരുട്ടി ബോളാക്കി എടുക്കാം. ബണ്ണിന്റെ മാവ് മിക്സ് ഇവിടെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുള്ളത്. നല്ല പോലെ മയം വരുത്തി വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇതിന്റെ മേലെയായിട്ട് കുറച്ചുകൂടെ നെയ്യൊന്ന് പുരട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നെയ്യൊന്ന് പുരട്ടി കൊടുക്കുക. അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് മൂടി വെച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബണ്ണിന്റെ മാവ് കൂട്ടി വെച്ചിട്ട് ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോ ഈ ഒരു രീതിയിൽ നല്ല ഫ്ലഫി ആയിട്ട് തന്നെയാണ് പൊങ്ങി വന്നിട്ടുള്ളത്. ഒന്നുകൂടെ ഈ ഒരു രീതിയിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു 3 ഭാഗമായിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഈ ഒരു രീതിയിലേക്ക് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി 3 സ്റ്റീൽ പ്ലേറ്റ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് അല്പം നെയ്യ് കൂടെ ഒന്ന് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഓരോ ബോളും ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം. ഇനി ഓരോ ബണ്ണിന്റെ മുകളിലും കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുക്കാം. നിങ്ങൾക്കിതിന് പകരമായിട്ട് ഓയിലും ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഓയിൽ ഇല്ലാത്ത കൊണ്ടാണ് നെയ്യ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിന്റെ മേലെയായിട്ട് റൈസിൻസ് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. മൂന്നിന്റെ മേലെയും ഞാൻ റൈസിൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എള്ളും കൂടെ ഇതിന്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ബേക്കിംഗ് ട്രേ വെച്ച് കൊടുത്തിട്ട് ഇതിന്റെ മേലെ നമുക്ക് സ്റ്റീൽ ബൗള് ഒന്നെടുത്ത് വെച്ച് കൊടുക്കാം. ഇനി പാൻ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് നേരം നമുക്കിതുപോലെ ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബണ്ണിവിടെ വേവിക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്നു നോക്കാം. പാത്രങ്ങൾ താഴേക്കൊന്ന് ഇറക്കിയും കൂടെ വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ 3 പാത്രങ്ങൾ ഞാനിവിടെ താഴേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ചൂടൊന്ന് ആറി വരുമ്പോഴേക്കും നമുക്ക് ഈ പാത്രത്തിൽ നിന്നും ഒന്ന് അടർത്തി മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബണ്ണിന്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ വേവിച്ചെടുക്കാനും സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നോയമ്പ് കാലത്ത് പലതരം വിഭവങ്ങൾ തയ്യാറാക്കുന്ന കൂട്ടത്തിൽ ഒരു ദിവസമെങ്കിലും ഇതുപോലെയുള്ള പഞ്ഞിയപ്പം ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഞാനിതിലേക്ക് വളരെ കുറച്ച് അളവിലാണ് മധുരം ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ മധുരമൊക്കെ ചേർത്ത് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. അതുപോലെ നല്ല നോൺ വെജ് കറികളുടെ ഒപ്പം വിളമ്പാനും സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.